അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 12/7/2024 അറാസുൻ ബിലാ ഇസ്രാഫ് എന്ന ശീർഷകത്തിൽ വിവാഹാഘോഷങ്ങളിലെ ധൂർത്തുകൾ നിയന്ത്രിക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഅ്ളമുൻ നിസാഇ ബറക്കത്തൻ ഐസറുഹുന്ന സദാഖ. സ്ത്രീകളിൽ ഏറ്റവും ബറക്കത്തുള്ള സ്ത്രീ അവളുടെ വിവാഹ മൂല്യം മഹർ ലളിതമാക്കുന്നവളാണ്. ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും തന്നെ അവൻ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിക്കുക എന്നത്. ആ ഇണകളിൽ നിങ്ങൾ സമാധാനം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ആക്കിയിരിക്കുന്നു. വിവാഹ ജീവിതം കൊണ്ട് ഇസ്ലാം ലക്ഷ്യമിടുന്നത് സമാധാനമാണ്, സന്തോഷമാണ്, ജീവിത വിജയമാണ്. ഇത് നമുക്കെങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും? അതിൽ ഏറെ പരമപ്രധാനമാണ് സാമ്പത്തികമായ ഭദ്രത. വിവാഹാഘോഷങ്ങൾ നാം നടത്തുമ്പോൾ ശ്രദ്ധാപൂർവമായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ. വലിയ ബാധ്യതകൾ വരുത്തിവെക്കുന്ന ആഘോഷങ്ങൾ നമുക്കൊരിക്കലും പാടില്ല. നമ്മുടെ കഴിവിനും സാഹചര്യത്തിനും അനുസരിച്ചായിരിക്കണം നമ്മുടെ വിവാഹങ്ങൾ. മറ്റുള്ളവരോട് കിടപിടിക്കാനും മേൽമ നടിക്കാനും വേണ്ടി ആഘോഷങ്ങൾ നടത്തി വലിയ ബാധ്യതകൾ വരുത്തിവെച്ച കുടുംബങ്ങളെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ഇണകൾക്കിടയിൽ തന്നെ അകൽച്ചയുണ്ടാകാൻ പിന്നീട് കാരണമായിത്തീരുന്നു. യുവാക്കൾ ശ്രദ്ധിക്കണം. നാം മണിക്കൂറുകളിൽ പൊടിപൊടിക്കുന്ന ഈ വലിയ സംഖ്യ നമുക്കൊരിക്കലും വീട്ടി തീർക്കാൻ കഴിയാത്ത കടബാധ്യതകൾ ആകാൻ പാടില്ല. രക്ഷിതാക്കളും മനസ്സിലാക്കണം, വലിയ ആഘോഷപൂർവ്വം വിവാഹം നടത്തുക എന്നത് ഒരു സ്ത്രീയെ ബഹുമാനിക്കലോ ആദരിക്കലോ അല്ല, മറിച്ച് അവരുടെ ജീവിതം ഏറെ സന്തോഷകരമാകുക. ഖുർആൻ പറഞ്ഞല്ലോ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറുക എന്നത്. അത് ഏറെ പ്രധാനമുള്ളതാണ്. വലിയ ആഘോഷപൂർവ്വം വിവാഹങ്ങൾ നടത്തുക, അത് ആ സ്ത്രീയെ ബഹുമാനിക്കലോ ആ കുടുംബം ഉയർന്ന കുടുംബമാണ് എന്ന് വരുത്തി തീർക്കലോ അതുകൊണ്ടൊരിക്കലും സാധ്യമാകുകയില്ല. നാം വളരെ ലളിതപൂർവം നമ്മുടെ കഴിവിനനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് കൂടി ഉണ്ടാകും. നബി തങ്ങൾ പറയുന്നു, ഇന്ന മിൻ യുംനിൽ മർഅത്തി തൈസീറ ഖിത്ബത്തിഹാ വ തൈസീറ സദാഖിഹാ. ഒരു സ്ത്രീ നല്ല സ്ത്രീയാകുക എന്നതിൽപ്പെട്ടതാണ് അവളുടെ വിവാഹാഘോഷങ്ങൾ ലളിതമാക്കുക, അവളുടെ മഹർ ലളിതമാക്കുക എന്നത്. നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യണം. നബി തങ്ങളാകണം നമുക്കതിലൊക്കെ മാതൃക. നമ്മുടെ രാജ്യം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് നമുക്കതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും അങ്ങനെയാണ്. രാഷ്ട്രശില്പി മഹാനായ ഷെയ്ഖ് സായിദ്, അള്ളാഹു അവരുടെ പരലോകം സന്തോഷമാക്കട്ടെ, ഇത് സമൂഹത്തെ പഠിപ്പിച്ചതും ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചതുമാണ്. ഷെയ്ഖ് സായിദ്, അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗമാക്കട്ടെ, സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാത്രമേ വിവാഹാഘോഷങ്ങൾ നടത്താൻ പാടുള്ളൂ. നിങ്ങൾ വലിയ ബാധ്യതകൾ വരുത്തുന്ന ആഘോഷങ്ങൾ ഒരിക്കലും ചെയ്യരുത്, നടത്തരുത്. അത് നമ്മുടെ മതം നമ്മളോട് പറഞ്ഞതല്ല, നമ്മുടെ സംസ്കാരമല്ല എന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തിയിരുന്നു. നമ്മുടെ വിവാഹാഘോഷങ്ങൾ ഒരിക്കലും ധൂർത്തും ദുർവ്യയവും വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടാ. അല്ലാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കുന്ന ആഘോഷങ്ങളാവണം നമുക്കുണ്ടാവേണ്ടത്. ഖുർആൻ പറഞ്ഞല്ലോ, യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണം ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അവർ ചിലവഴിക്കുമ്പോൾ ധൂർത്ത് കാണിക്കുകയില്ല, പിശുക്കും കാണിക്കുകയില്ല, അതിൻ്റെ ഇടയിൽ അവർ മിതത്വം പാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിവാഹാഘോഷങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം മിതത്വം പാലിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന ലഭിക്കുന്ന ആഘോഷങ്ങൾ നടത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അവൻ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.